നെഞ്ചം ആനന്ദമേഘത്തിലൂഞ്ചലും വാഴുതമ്മാ. നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട്. അതായത് ചാനൽ അധികൃതർ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ വീരലക്ഷ്മിയുടെ ഹസ്ബൻഡ് അനന്ത പത്മനാഭൻ, അതായത് പുള്ളിക്ക് എഗനസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു അലിഗേഷനാണ്. അതായത് ലക്ഷ്മിയുടെ കുഞ്ഞിനെ ബിഗ് ബോസ് ഹൗസിൽ കയറ്റാത്തതിന് കാരണം പുള്ളി കൺസേൺ കൊടുക്കാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഒരു അലിഗേഷൻ വന്നിരുന്നത്. അപ്പം അതിന് എതിരായിട്ട് ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അതിൻ്റെ റീസണും കാര്യങ്ങളും എന്താ വെച്ചാൽ അത് പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല, ഇവർ തമ്മിൽ ഡിവോഴ്സ്ഡ് അല്ല, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയും കണ്ട് നമുക്കതിനെ ഡീറ്റെയിൽഡായിട്ടൊന്ന് ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട്? ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്കോ എന്തോ നടക്കുകയാണ്. അപ്പോൾ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു. ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിപ്പോൾ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേഡത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിൻ്റെ പുറത്താണ് ആ കുട്ടീനെ, അതായത് എൻ്റെ കുട്ടീനെ അവൻ്റെ അമ്മയെ കാണിക്കായിരുന്നത്. അത് പരമ ചെറ്റത്തരമായിപ്പോയി എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോറി, അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ, കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട്. അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള, എൻ്റെ മകനും എൻ്റെ മദർ ഇൻ ലോയ്ക്കും ഒക്കെ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവർ സ്റ്റുഡിയോയിൽ എത്തുകയും മഹാപോക്രിത്തരമായിട്ട്, അതായത് ഇത്രയും ദിവസമായി കഴിഞ്ഞിട്ട് ആ കൊച്ച്, നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടു, ആ കൊച്ച് എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും. അതായത് അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു കൊടുത്തു. ആ കൊച്ച് അതിൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ അവിടെ വന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം അമ്മയെ കാണാൻ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ആ കുഞ്ഞിനോടാണ് പറയുന്നത് അമ്മയെ കാണാൻ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിനെ ബാക്കിലേക്ക് വലിക്കുമ്പം അതിനുണ്ടാവുന്ന ഒരു വിഷമം, ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, വിഷമം, അത് എന്തും മാത്രമായിരിക്കും. അതെന്നിപ്പോൾ ബിഗ് ബോസ് ആ കുഞ്ഞിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന, ഞാൻ അതിന്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ ആ വീഡിയോ? കണ്ടില്ലേ നിങ്ങളിപ്പം? അപ്പം അതില് അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായെന്ന് പറഞ്ഞു. ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല, അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അവരൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്, ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടോ ഉള്ള ഇൻഫർമേഷൻസോ എന്തെങ്കിലും, അത് ട്രൂ ഓർ ഫോൾസ്, അവർക്കത് കിട്ടുന്ന സാഹചര്യത്തിൽ അവർ ഡെഫിനറ്റ്ലി റിലക്റ്റൻ്റ് ആവും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ പബ്ലിക് ആകാൻ പറ്റാത്തത് കൊണ്ട് ഇതിനായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം. പല ആൾക്കാർക്കും, മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായി. അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെയും ഫയൽ ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിന്റെ പേരിൽ കുട്ടീനെ കാണിക്കാതിരുന്ന പരിപാടി എന്ത് ധാർമ്മികതയുടെ പുറത്താണ്, എന്ത് ചിന്തയുടെ പുറത്താണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അതൊരു ക്വസ്റ്റ്യനബിൾ തിങ് ആണ് അല്ലേ? അപ്പം നമുക്കത് ക്ഷമിക്കണം കേട്ടോ. ഞാനങ്ങനെ വീഡിയോയിലൊന്നും ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നുമല്ല. ജസ്റ്റ് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്കൊരു അകത്ത് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇവർ ഡിവോഴ്സ്ഡ് അല്ല, ഇവർ ഡിവോഴ്സ് പെറ്റീഷനോ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ഈ പുള്ളി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇത് ബിബിക്ക് എവിടുന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി? സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ്
യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഏറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെയുള്ള പല ന്യൂസസും, അതായത് ഇങ്ങനെ കുറേ ന്യൂസസ് പാറി പറന്ന് നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ന്യൂസസ് നടക്കുമ്പം ഇത് മാത്രം കണ്ടിട്ടാണോ ബി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതോ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അല്ലെങ്കിൽ ഇവരെ അവിടെ കഴിഞ്ഞാൽ അവർ ഈ ഗെയിമിനകത്ത് നിൽക്കുമ്പം അവരുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും സെൻഡ് ചെയ്യാനും ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാനും വേണ്ടിയിട്ട് ഇവർക്ക് പുറത്തുനിന്നൊരു കോണ്ടാക്റ്റ്, അതായത് ഒരു പ്രൈമറി കോണ്ടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോണ്ടാക്റ്റിലുള്ള ആളോട് ചോദിച്ചാൽ ലക്ഷ്മിയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാം. അതല്ലെങ്കിൽ ലക്ഷ്മിനെ വിളിച്ച് ലക്ഷ്മിയായിട്ട് ഇവർക്ക് ക്വയർ ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഫാമിലി മാറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് ബിക്ക് തന്നെ ചോദിച്ച് കൺഫേം ചെയ്യാറില്ല. ഇത് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇനി അത്രയ്ക്കും വിശ്വസിക്കാമെന്ന്, അല്ലെങ്കിൽ അത്രയും അവർക്ക് അത്രയ്ക്കും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ആരിൽ നിന്നെങ്കിലും, അതായത് അത്രയും ഉറപ്പുള്ള ആരിൽ നിന്നെങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ബി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തതിൻ്റെ പുറത്തോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനൊരു സംസാരം വന്നതിൻ്റെ പുറത്തോ മുമ്പോട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എനിവേ, ഇതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ, ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ മുമ്പിലേക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ലക്ഷ്മിയും കൂടെ എന്തെങ്കിലും ഒന്ന് പറയണം. ഇത് ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കൂടിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഫാമിലി അല്ലെങ്കിൽ പാരൻസ് ആരെങ്കിലും ബാലൻസ് ഇതിനൊരു ഇത് പറയണം. എങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു ഇതെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ബി എന്തുകൊണ്ട്, അതായത് ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അലിഗേഷൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ട് ബി എടുത്തു എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം അവർക്ക് മിക്കവാറും കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ അത്രയ്ക്കും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് അത്രയ്ക്കും പ്രോപ്പറാണ് എന്ന്, അല്ലെങ്കിൽ വിശ്വാസത്തിന് എടുക്കാം എന്ന് അവർക്ക് ഉറപ്പുള്ള ആളിൽ നിന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ കിട്ടിയ ന്യൂസ് ആണെങ്കിലോ അതിനുള്ള ചാൻസാണ് കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. എനിവേ, എൻ്റെ തോന്നലാണ്. എന്താണ് എന്നുള്ളത് ലക്ഷ്മി ലക്ഷ്മിയുടെ വീട്ടുകാരോ ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവണം. അല്ലെങ്കിൽ പുള്ളിക്കാരി പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി ഇതിൻ്റെ കറക്റ്റ് ഇത് പറയണം. അതല്ലാതെ നമുക്ക് ഇപ്പം ഇതിനെ കൂടുതലായിട്ട് ജഡ്ജ് ചെയ്യാൻ ഇതിനെ പറയാൻ പറ്റും. പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്ക് കാരണത്തിരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ജോലി സ്ഥലത്താണ്. ജോലി സ്ഥലത്ത് ഒരു അല്പസമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ. ബന്ധപ്പെട്ട പറയാതിരിക്കാൻ പറ്റില്ല. കിട്ടിയ ഗ്യാപ്പിന് പുള്ളി നമ്മുടെ അരിയണ്ണനിട്ടൊരു ചെറിയ കൊട്ട്, അതായത് നമ്മുടെ സായിക്കിട്ട് ഒരു ചെറിയൊരു കൊട്ട് കൊടുത്തിട്ടാണ് പുള്ളി പോയിരിക്കുന്നത്. ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ, ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയും കൂടിയാണ് കുട്ടി അവിടെ ചെന്നതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു. ഇവരെയൊക്കെ ബന്ധപ്പെട്ട് ഈ സാധനം എത്തിക്കേണ്ടടുത്തൊക്കെ എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ലക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത്. എൻ്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല. എന്തോ കൺഫെഷൻ റൂമിൽ 1-2 മിനിറ്റോ ജസ്റ്റ് ഒരു ഗ്ലിംസ് കണ്ടുപോയി എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്തൊരു 2 മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ. നിങ്ങൾ മറ്റേ NCPCRന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ, ജസ്റ്റ് ഒരു ഗസ്റ്റായിട്ട് ആ ഷോയിലൊക്കെ കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി എന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? വളരെ മോശം പ്രവണതയാണ് കേട്ടോ. കാരണം ഒരൊറ്റ വീഡിയോയിൽ എല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് പോകുന്നത്. ക്ഷമിക്കുക. ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വന്നപ്പോൾ രാവിലെ ആൻറ്റിക്ക് എൻ്റെ അമ്മയുടെ പ്രായം, അമ്മയെക്കാട്ടിലും പ്രായം കാണും മിക്കവാറും അല്ലേ. എന്നാലും വളരെ ബഹുമാനത്തോടെ പറയുകയാണ്, ആൻറ്റി ഇന്ന് അവിടെ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ആൻറ്റിക്ക് വസ്തുതയുള്ളൊരു കാര്യം ആൻറ്റിയുടെ അറിവോടെ കൂടിയാണോ എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ പുറത്ത് ഒരു മീഡിയയുടെ മുമ്പിലൊക്കെ പറയുമ്പം അത് ശരിയാണോ? കാരണം ആൻറ്റിയുടെ മകനെതിരെ ലക്ഷ്മി എന്തോ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്ന് പറഞ്ഞാണല്ലോ ആൻറ്റിക്ക് വിഷമവും ദേഷ്യവും സങ്കടമൊക്കെ വന്നത്. അപ്പം ആൻറ്റി ആ പറഞ്ഞ എന്തോ പറഞ്ഞില്ലേ, എന്തോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കൈ പോലും കൊടുക്കാതെ പോയെന്ന് എന്തോ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ വസ്തുത ശരിയാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് ആൻറ്റി സംസാരിക്കുന്നതല്ലായിരുന്നു ശരി. അപ്പോൾ ആൻറ്റിയും ലക്ഷ്മിയോടെ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം എനിവേ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നു. ഒനിലിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു,
പുള്ളിക്കാരി മാപ്പ് പറയണം എന്നൊക്കെ ഈ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒനീലിൻ്റെ അമ്മയ്ക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയുള്ള ഒരു കാര്യം കിട്ടിയത് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പ്രചരിച്ചതിലൂടെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ബീബിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പം അത്രയും ഏറെ വിശ്വസനീയമായ ഒരു സ്ഥലത്ത് നിന്നായിരിക്കണം കിട്ടി, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിയുടെ അങ്ങനെ എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കൊടുക്കണം. കാരണം പുറത്തേക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടാത്തടത്തോളം, അതായത് ഞാൻ പറയാം, ഇതിനു മുമ്പ് ഇങ്ങനെ കുറേ അലിഗേഷൻസും ഇഷ്യൂസും ഒക്കെ നടന്നിരുന്നു, പുള്ളിക്കാരി ഇങ്ങനെയാണ് എന്നുള്ള കുറേ ട്രോൾസും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു. ആ സമയത്തും ഇങ്ങനെ ഒരു അന്ന് ഈ പുള്ളി ഇതിനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഈ സാഹചര്യങ്ങൾ കുറേ ഒഴിവായിപ്പോയേനെ. ഇങ്ങനെ ഇപ്പം വന്ന ഈ സംസാരം ചിലപ്പം ഈ ഒരു ടൈമിലുണ്ടായ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ മാറായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്, ഇതിനുള്ള ഈ ഒരു കാര്യങ്ങൾ എവിടുന്ന് ലീക്കായി, എവിടുന്ന് ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു കണ്ടന്റ്, അതായത് ഇങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും, അതായത് ബീബിക്കാണെങ്കിൽ കൂടെ ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ ഒന്നെങ്കിൽ ലക്ഷ്മിയുടെ സൈഡിൽ നിന്ന് വരണം, അല്ലെങ്കിൽ അത്രയ്ക്കും വേറൊരാൾ എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ അടുത്തു നിന്നുള്ള ഒരു റിപ്ലൈ വേണം. എങ്കിൽ മാത്രമേ ഇതിനൊരു ക്ലാരിറ്റി വരുള്ളൂ.